ഷുവർ. ഒരു കാര്യം CI സർ മനസ്സിലാക്കിക്കോ, രാധികയെ കൊല്ലുക എന്നുള്ള കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുന്നത് വരെ രാധിക മറ്റാരുടെയൊക്കെ ശത്രുവായിരുന്നു. ബട്ട് വെനെവർ ദി കോൺടാക്ട് ഹാപ്പൻ, അവളെ എന്റെ മാത്രം ശത്രുവാ. എനിക്ക് കൊല്ലാനുള്ളവള് മാത്രമാണ്. സോ പരാജയപ്പെടുന്ന ശ്രമങ്ങൾ എന്റെ മാത്രം തോൽവിയാ. ഞാനത് മറികടന്നിരിക്കും. ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ചിരിക്കും. ആൻഡ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. രാധിക മോളുടെയും വരുണിന്റെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ അതെത്രയും പെട്ടെന്നാവുന്നതാവും നല്ലത്. പ്രിയങ്കയുടെ അസുഖമൊക്കെ പതുക്കെ പതുക്കെ മാറും. അധികം വൈകാതെ അവള് പഴയ നിലയിലാവുകയും ചെയ്യും. അങ്ങനെ ഒരവസ്ഥയില് അവള് കണിമംഗലത്താണെങ്കിൽ അതിനെക്കുറിച്ച് തിരുമേനിക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. മനസ്സിലായി. തിരുമേനി യശോദയും കൂടി ഒന്ന് വരും. രാധികയും വരുണും തിരിച്ചു വരുന്നതിന് മുമ്പ് പ്രിയങ്കയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത്രയും ഒരു പ്രശ്നമില്ലാത്തത് നടക്കും. ഞങ്ങൾ വരാം. ഞാനൊരു കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയുകയാണെന്ന് തിരുമേനിക്ക് തോന്നണ്ട. രാധികയും വരുണും ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചത് നമ്മൾ എല്ലാവരും കൂടിയാ. അവരുടെ ജീവിതം ഇപ്പൊ സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ വെറുതെ. എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ കാര്യത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തൊന്നും വേണ്ട. പ്രിയങ്ക എന്നായാലും അവിടുന്ന് പോരേണ്ടത് തന്നെയാണ്. ഇത്തരം ഒരു സാഹചര്യമാണ് അതിന് നല്ലത്. ഞങ്ങൾ വരാം. എന്നാ ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് സർ. എന്താ വിളിച്ചത്? അതെ, കഴിഞ്ഞ ദിവസം പാട്ടുപാടിയ രാധിക മേഡം ഇല്ലേ, അവർക്ക് നമ്മുടെ ഹോട്ടലിന് ഗിഫ്റ്റ് ആയിട്ട് ഒരു ബൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ സർ. ബൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപഹാരമാണെന്ന് പറഞ്ഞ് റീത്ത് തന്നെ കൊടുത്താൽ മതി. ചെയ്യാം സർ. ഞാനിത് കൊടുത്തിട്ട് വരാം.
ഇവിടുന്ന് തന്നെ ബൊക്കെന്ന് പൊട്ടി നിറച്ച ബോംബാ അത്. സർ എന്തായി പറയുന്നേ? ബൊക്കെ ഞങ്ങളാണ് സെറ്റ് ചെയ്തത്. ആര് സെറ്റ് ചെയ്താൽ എന്താ? അത് രാധികയുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇയാളിപ്പോ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? എന്ത് സെക്യൂരിറ്റി ഹോട്ടലിനുള്ളത്? സർ, എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോലീസിനെ വിളിക്കാം. അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ചെയ്യും. സർ പ്ലീസ് സർ, നിങ്ങൾ റൂമിലേക്ക് മടങ്ങിക്കോളൂ. ഞാൻ വിളിക്കാം. സർ എനിക്കൊന്നും അറിയില്ല സർ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് സംഭവിച്ചെന്നൊക്കെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. താമസിക്കുന്നവരുടെ ജീവന് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. രാധിക വന്നേ. വാ.